ഞാൻ ഇതാ കുളിക്കാൻ പോയി വരണ നേരം കൊണ്ട് മൂപ്പരുടെ പണി തുടങ്ങിയിട്ടാ. ചേട്ടൻ മുരിങ്ങയിലും പരിപ്പും കൂടി വെക്കാന്നാണ് പറഞ്ഞത്. ഞാനാണ് കടച്ചക്കയിൽ പോയിട്ട് യുദ്ധം ചെയ്തത്. ഇതാ ചേട്ടൻ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയുടെ പിന്നെ നമുക്ക് നമ്മുടെ തറവാട്ടിലെ വളപ്പില് ഇഷ്ടം പോലെ കിട്ടാണ്ട്. നമ്മുടെ വളപ്പിൽ ഇഷ്ടം പോലെ മുരിങ്ങയുടെ ഇല ഉണ്ട് കേട്ടാ. നമുക്ക് എപ്പ ആവശ്യം ഉണ്ടെങ്കിലും പോയി പൊട്ടിക്കാട്ടാ. അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് നമ്മുടെ വീട്ടിൽ. ഈ ശരിക്ക് ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചു പോണെന്ന് അറിയാം. നമ്മള് വല്ല ടൗണിലൊക്കെ ജീവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എളുപ്പല്ല, വലയല്ലേ. മുരിങ്ങയുടെ ഇലയും കിട്ടില്ല. കോയമ്പത്തൂർ തന്നെ ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ വീടുണ്ട്. ചേച്ചി കാശ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ശരിക്കും അവിടെ കാശ് എന്ന് പറയുമ്പോ എത്ര രൂപ വരും? 10-50 രൂപയ്ക്കൊക്കെ മേടിക്കുക ചേച്ചി. 2 ദിവസമൊക്കെ വെക്കുന്നു പറയുന്നുണ്ട്. അത് കിട്ടുമ്പോ ശരിക്കും ഇതിന് വിലയില്ലല്ലേ നമ്മുടെ നാട്ടില്. അല്ലേ? കിട്ടാത്തവർക്കാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അറിയാം. അപ്പൊ കടച്ചക്ക മൂപ്പരുടെ വകയാണ്. കടച്ചക്കയാണ് ആൾക്ക് ഇഷ്ടം. എനിക്കിഷ്ടം മുരിങ്ങയുടെ ഇല. പിന്നെ ഇപ്പൊ ഈ ചേട്ടന്റെ വക മുരിങ്ങയിലും പരിപ്പും. അല്ല, ഞാൻ പറഞ്ഞത് പ്രസവിച്ച് കിടക്കുമ്പോ ശരിക്കും ഉത്തമം മുരിങ്ങയുടെ ഇല എന്നുള്ളത് നമ്മള് ചേട്ടൻ വെച്ചാൽ ഞാൻ കഴിക്കാം. നമ്മളിപ്പോ സ്ത്രീക്കുട്ടിയൊക്കെ പ്രസവിച്ചെടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ലേ മുരിങ്ങയുടെ ഇല? ആ ഒരു ടൈമിൽ ഇവിടെ വന്ന സമയത്തൊക്കെ അവർക്ക് അവിടെ കിട്ടാണ്ട് എന്നിട്ട് നമ്മളടുത്ത് പറയാറില്ല കുട്ടിയെ. അപ്പൊ എനിക്ക് മനസ്സിലായി പ്രഗ്നന്റ് പ്രസവം കഴിഞ്ഞ സമയത്ത് കാൽസ്യത്തിന്റെ ഗുളികല്ലേ നിങ്ങൾ കഴിക്കുന്നത്? ശരിക്കും മുരിങ്ങയുടെ ഇല ടോപ്പാ കാൽസ്യത്തിന്. ശരിക്കും ഇതാണ് കഴിക്കുന്നത്. നമുക്കും പിന്നെ ഓൾറെഡി എനിക്ക് ആദ്യം തൊട്ടേ ചെറുപ്പം തൊട്ടേ മുരിങ്ങയുടെ ഇല ഇഷ്ടമാണ്. മുരിങ്ങയുടെ ഇല, മത്തന്റെ ഇല, പയറിന്റെ ഇല, പിന്നെന്താ ചീരയുടെ ഇല, ഇലകൾ ഒരുവിധം എല്ലാ കറികളും കഴിക്കൂട്ടോ.